ഇതാണ് നമ്മുടെ കൊഞ്ച്. സവാള എല്ലാം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വഴറ്റി എടുക്കാനാണ്. എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത് ഫുള്ളും വഴറ്റി എടുക്കണം. ഇങ്ങനെ ഇടാം. ഈ പ്ലേറ്റിലേക്ക് ഇടാം. അതിൽ നിന്ന് ഇങ്ങോട്ടിടാം. നല്ല രസം കാണും, നല്ല ടേസ്റ്റ് ആണ് ഞങ്ങളുടെ പ്രതീക്ഷ. കൊഞ്ച് കറി ഇപ്പം ഇടുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല കൊഞ്ച് കറി ആയിരിക്കും ഇത്. ഈ കൊഞ്ച് കറി അങ്ങോട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് തിന്ന് നോക്കിയാൽ സൂപ്പർ അടിപൊളിയായിരിക്കും നമ്മുടെ ബിരിയാണി. കൊഞ്ച് ബിരിയാണി. ഈ ബിരിയാണിയുടെ പേര് കൊഞ്ച് ബിരിയാണി എന്നാണ്. കുറേ നന്നായിട്ടിടണം. ബാക്കി അരി അവിടെ വെച്ചേക്കണം. ഇതിൻ്റെ മേളിൽ ബാക്കി അരി ബിരിയാണികൾ അങ്ങോട്ട് ഇടും. ചേർത്തിട്ടിട്ട് പിന്നെ ഈ കറി ഒഴിക്കും, പിന്നെ ചോറിടും, പിന്നെയും കറി ഒഴിക്കും, പിന്നെയും ചോറിട്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ വഴറ്റിയെടുത്ത സാധനം. നമുക്കിനി അതിൻ്റെ മേളിൽ ഇച്ചിരി ചോറിടാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്. അതിൻ്റെ മേളിൽ ഇച്ചിരി ചോറ് ഇട്ടിട്ട് ഇനിയും കറി വെച്ചിട്ട് ഇച്ചിരിയും കൂടെ അങ്ങ് ചോറിടും. അതാണ് നമ്മുടെ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ്. നമ്മുടെ അണ്ടിയും മുന്തിരിയും ഒക്കെ ഇടാം. നമുക്ക് നമ്മുടെ കറുത്ത മുന്തിരിയും അണ്ടിയൊക്കെ നമുക്ക് ഇതിലൊക്കെ ചേർക്കാം. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത ഉള്ളി എടുക്കാം. ബ്രൗൺ കളറാക്കി വഴറ്റിയെടുത്ത ഉള്ളി എടുത്തിടാം. നന്നായിട്ടിടാം. പച്ചക്കടല നമുക്ക് നിരത്തിയിടാം. ഇത് നല്ല രുചിയായിരിക്കും പച്ചക്കടലയ്ക്ക്. നമ്മുടെ നാട്ടിലെ പച്ചക്കടലയെക്കാട്ട് നല്ല പച്ചക്കടല ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇച്ചിരി ലെസൺസ് ചേർക്കാം. നമ്മുടെ ഗ്യാസ് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ദം ബിരിയാണിയാണിത്. ഒക്കെ നോക്കാം എന്താണെന്ന്. അലൂമിനിയം വെച്ച് നമുക്കൊന്ന് അടച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റായി വരും. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് അടയ്ക്കാം. നമ്മുടെ ദം ബിരിയാണി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ദം ബിരിയാണി റെഡി ആയിരിക്കുന്നു. നമുക്ക് തുറന്നു നോക്കാം എന്താണ് ഇതിൻ്റെ സംഭവം. നമ്മുടെ ബിരിയാണി നല്ല പോലെ വെന്ത് നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. സൂപ്പർ. നമ്മുടെ ഇറച്ചിയും ദമ്പൂരിയും നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ട ഓ ദം